ശരി, ശ്രീ ഹരിദാസ്, ഇവിടെ ദിവ്യ എസ് അയ്യർ എന്ന സർക്കാരിൻ്റെ ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥയെ കേവലം ജി കാർത്തികേയൻ്റെ മരുമകളും ശബരിനാഥിൻ്റെ കോൺഗ്രസ് നേതാവ് ശബരിനാഥിൻ്റെ ഭാര്യയുമായി മാത്രം കാണുന്നതിൽ വെച്ചുയരുന്ന വിമർശനം മാത്രമാണോ ഇത്? അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായം പറയാൻ, നേരത്തെ ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന, പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്തെ കെ രാഗേഷ് മൊത്തമുള്ള അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം അവരെ സംരക്ഷിച്ചത് എങ്ങനെ, അല്ലെങ്കിൽ സർക്കാരിനെ സംരക്ഷിച്ചത് എങ്ങനെ എന്ന കാര്യം തുറന്നു പറയുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഇപ്പോഴത്തെ പുതിയ പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങുമായി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടൊരു പ്രശംസയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ഇത്തരത്തിലൊരു കേവലം ഒതുക്കുന്നതിലുള്ള പ്രശ്നം മാത്രമാണോ ഇത്? ഇതിലെ സർവീസ് ചട്ടലംഘനങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവരിത് പറയണമെന്നുള്ളൊരു കീഴ്വഴക്കം ഇവിടെ നിലനിൽക്കുന്നുമില്ല. ഇവരിത് പറഞ്ഞില്ലെങ്കിൽ നാളെ നേരം വെളുക്കില്ല എന്നുള്ളൊരു അവസ്ഥയും ഇവിടെ ഇല്ല. ഇവർക്ക് മുൻപ് കേരളത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് IAS ഉദ്യോഗസ്ഥന്മാര് CPM ഭരിക്കുമ്പോഴൊക്കെ ഈ മാറ്റം, അതായത് കുറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരാൾ കുറെ കാലം ഇരിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആക്കും, അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ CPM-ന്റെ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു IAS ഓഫീസർ, അതും അവർക്ക് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരു വിഴിഞ്ഞം പോർട്ടിന്റെ ചെയർമാനായിരിക്കുന്ന അവർക്ക് ഇപ്പൊ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ അവര് കേവലം ഒരു IAS-കാരിയല്ല. അവർ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയാണ്. അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവിനും മന്ത്രിയുമായിരുന്ന കാർത്തികേയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരുമകളാണ്. മാത്രവുമല്ല, ഇവരെല്ലാം കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ളത് കൂടി അവർ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് ആലോചിക്കണമായിരുന്നു. ഇവർക്ക് ഇത് തീർച്ചയായിട്ടും കെ രാഗേഷിന് ഒരു കവറിൽ നന്നായി ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് കവറിലിട്ടിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്നിട്ട് നേരത്തെ നമ്മുടെ പറഞ്ഞില്ലേ MP ആയിട്ട് പോയ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് മാതിരി അവർക്ക് പറയാം. പക്ഷെ അവർക്കത് ആരോടൊക്കെയോ ഉള്ള ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടെന്ന പോലെ അത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം പ്രസക്തമാക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രി ഇന്ന് വളരെ ലാഘവത്തോടു കൂടിയിട്ട് ഈ പ്രശ്നത്തെ നമ്മൾ പറയില്ല അങ്ങേയറ്റം ലഘൂകരിച്ച് പറഞ്ഞത്, ഇതിപ്പോ ഒരു BJP-കാരനെയോ BJP-കാരിയെയോ ദിവ്യ എസ് അയ്യർ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്വഭാവവും ഇന്നത്തെ CPM-ന്റെ സൈബർ അണികളുടെ സ്വഭാവവും ഇതുപോലെ ആകുമാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ചിട്ടാണ് ഇത്തരത്തിൽ പറഞ്ഞതെങ്കിലും അവരുടെ പ്രതികരണം ഇത്തരത്തിലാവില്ല. അപ്പോ നമ്മുടെ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയനെ സ്തുതിച്ചു പാടുകയും പിണറായി വിജയന്റെ കാഴ്ചപ്പാടിന് സ്തുതി പറയുകയും ചെയ്തത് ഇന്നൊരാഘോഷമാക്കി മാറ്റിയിട്ട് ഇത്തരം ചാനൽ ചർച്ചകളിലും അതുപോലെ അവസരം കിട്ടുന്ന പ്രസംഗവേദികളിലൊക്കെ കേരളത്തിന്റെ ഉന്നമനത്തെ കുറിച്ച് ശശി തരൂർ പറഞ്ഞത് കേൾക്കൂ എന്ന് പറയുന്ന CPM-നെ വെറുതെ ചവയ്ക്കുന്ന അമ്മൂമ്മ അവില് കിട്ടിയാൽ വിടുമോ എന്നുള്ള ഒരു പഴഞ്ചൊല്ലിനെ ആസ്പദപ്പെടുത്തുമാറ് ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ ഇങ്ങനെ പറയാതിരിക്കാമായിരുന്നു. ഇനി PP ദിവ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ അനവസരത്തിൽ തന്നെ ക്ഷണിക്കാത്ത ഒരു സദസ്സിൽ പോയിട്ട് ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ഒരു ADM ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് കേരളം, സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൂടി ഇതിൽ നമ്മൾ ഓർക്കണം. അപ്പൊ അനവസരത്തിലുള്ള ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തികളുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും മറ്റു പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ ശബരിനാഥ് പറഞ്ഞിട്ടുണ്ട്, അവര് പറഞ്ഞത് ശരിയായില്ല, അവരങ്ങനെ പറയാൻ പാടില്ല എന്ന്. മാത്രവുമല്ല, ഇന്ന് വൈകുന്നേരം ഈ ദിവ്യ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുന്നു. നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത്രയൊക്കെ ദ്രോഹം കേരളത്തിന് ചെയ്ത, കള്ളക്കടത്തിന് കൂട്ടുനിന്ന, നമ്മൾ പറയില്ലേ നമ്മുടെ വിദേശ രാജ്യങ്ങളുടെ എംബസികളുമായി കൂട്ടുചേർന്ന് കള്ളക്കടത്തിന് കൂട്ടുനിന്ന് കേരളത്തിന്റെ പേരും പ്രശസ്തിയും നശിപ്പിച്ച ശിവശങ്കരനെ ഈയിടെ പ്രശംസിച്ചത് എവിടെ വെച്ചിട്ടാണ്? DYFI-യുടെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം പ്രശംസിച്ചത്. ശിവശങ്കരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആ പ്രശംസിച്ചിട്ടുള്ള പത്രവാർത്തയുടെ കട്ടിംഗ് ഒക്കെയാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രശംസിച്ചിട്ട് യുവാക്കൾക്ക് പ്രചോദനം നൽകിയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് തന്നെ ഇരിക്കെ ഇത്തരത്തിലൊരു പ്രശംസ കെ രാഗേഷിന് കൊടുക്കാനും അദ്ദേഹത്തിന് അത് വാങ്ങാനും യാതൊരു വിധത്തിലും അർഹതയില്ല. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിൻവാതിൽ നിയമനത്തിലൂടെ തന്റെ ഭാര്യയ്ക്ക് കേരളത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു യുവ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് കാലിബറിൽ വെച്ച് അളന്നുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു അനുമോദനവും
കർണനെ ഉപമിക്കുമാർ ഈ കെ രാഗേഷിലേക്ക് എത്തിച്ചേരാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ബി റജി